ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ യോനി ഇല്ലെങ്കിൽ അഥവാ യോനിക്ക് ദ്വാരം ഇല്ലാത്ത അവസ്ഥ, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞു പെണ്ണാണെങ്കിൽ ഡോക്ടർ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം വീട്ടുകാർ കുളിപ്പിക്കുമ്പോൾ ഒക്കെ അവരുടെ ജനനേന്ദ്രിയം ഓക്കെ ആണെന്ന് പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നാൽ ആ കുഞ്ഞു യോനിക്ക് ദ്വാരം ഉണ്ടോ എന്ന് എത്ര പേര് ശ്രദ്ധിക്കും? അത് മിക്കപ്പോഴും അറിയാൻ പറ്റില്ല. വളരെ റെയറാണ്, എന്നാലും 1% പെൺകുട്ടികൾ കാണും. ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കാന്നറിയോ? എല്ലാ വളർച്ചയും എത്തിയിട്ടും അവരുടെ ഫസ്റ്റ് ആർത്തവം വൈകുമ്പോൾ. പക്ഷെ ഇത്തരം കുട്ടികളിൽ പ്രത്യേക സിംറ്റം കാണിക്കും. എല്ലാ മാസവും ഒരേ സമയത്ത് 5-6 ദിവസം ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതികഠിനമായ വയറുവേദന. കാരണം എന്താ? ഇതൊരു സ്ട്രക്ചറൽ വൈകല്യം മാത്രമാണ്. അവിടെ ഗർഭപാത്രം, ഓവറി, ഓവുലേഷൻ, ഹോർമോണൽ ആക്ടിവിറ്റീസ് എല്ലാം നടന്നിട്ട് പീരീഡും ആവുന്നുണ്ട്. അത് പുറത്തേക്ക് പോവാൻ പറ്റാതെ കെട്ടിക്കിടന്നിട്ടാണ് ഇത്ര അതികഠിനമായിട്ടുള്ള വേദന അവർക്ക് ഉണ്ടാവുന്നത്. അത് എത്രയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഈ പീരീഡ് ഇല്ലാത്ത അവസ്ഥയ്ക്ക് ക്രിപ്റ്റമെനോറിയ എന്നാണ് പേര്. ഇതിൽ ഏറ്റവും കോമൺ കന്യാചർമ്മത്തിന് ദ്വാരം ഇല്ലാത്ത ഇംപെർഫെക്റ്റ് ഹൈമൻ ആണ്. പിന്നെ യോനിയിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് സെപ്റ്റം വരുന്നത് മറ്റൊന്ന്. ഇത്തരം കുഞ്ഞുങ്ങളെ പരിശോധിക്കുമ്പോൾ യോനിക്കകത്ത് ബ്ലൂ കളറിൽ ബ്ലഡ് കെട്ടിക്കിടന്ന് വീർത്തിരിക്കുന്നത് കാണാം. ചെറിയൊരു സർജറി വഴി ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി ഈ ബ്ലഡ് ലെറ്റ് ഔട്ട് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ചികിത്സ. ഇനി മറ്റൊന്ന്, ജന്മനാ യോനിയോ അതിന് കെനാലോ ഇല്ലാത്ത അവസ്ഥ. അത് അതിഭീകരമാണ്. ഇവിടെ ഈ പീരീഡ് ബ്ലഡ് കെട്ടിക്കിടക്കുന്നത് യൂട്രസിൽ തന്നെയാണ്. അറിയാൻ വൈകിയാൽ ബാക്ക് ഫ്ലോ ഒക്കെ ഉണ്ടായി എൻഡോമെട്രിയോസിസ് വരെ എത്താം. ആ കുഞ്ഞിന്റെ സെക്ഷുവൽ ലൈഫ്, റീപ്രൊഡക്റ്റീവ് ലൈഫ് എല്ലാം താളം തെറ്റിക്കുന്ന ഒന്നാണ് വെജൈനൽ ഏജനസിസ്. വേറെ എവിടെന്നെങ്കിലും ഗ്രാഫ്റ്റ് എടുത്ത് പുതിയ വെജൈന ഉണ്ടാക്കണം. വീണ്ടും അത് അടയാതിരിക്കാനായിട്ട് സെക്ഷൽ ആക്ടിവിറ്റി എത്തുന്ന പ്രായം വരെ സീരിയൽ ആയിട്ട് ഡയലേറ്റേഴ്സ് ഉപയോഗിച്ച് ഡയലേറ്റ് ചെയ്യണം. ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരും ഇത്തരം കുഞ്ഞുങ്ങൾ. വെജൈനൽ ഗ്രാഫ്റ്റ് വീണ്ടും വീണ്ടും അടഞ്ഞിട്ട് വേദന സഹിക്കാൻ പറ്റാതെ മെഡിക്കൽ കോളേജിൽ വെച്ച് യൂട്രസ് എടുത്ത് കളയാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഈ സമയത്ത് ഓർക്കുന്നു. അപ്പൊ മനസ്സിലായോ യോനിക്കൊരു ദ്വാരം ഉണ്ടാവുന്നത് എത്ര വലിയ ബ്ലെസ്സിങ് ആണെന്ന്? ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്ക്.